മമ്മൂട്ടി ട്രാക്ക് മാറ്റിയോ? മമ്മൂട്ടിയുടെ നമുക്കറിയാം അഭിനയ ജീവിതത്തിൽ എല്ലാ നടന്മാർക്കും, ലോകോത്തര എല്ലാ നടന്മാർക്കും കയറ്റങ്ങളും ഇറക്കങ്ങളും പതിവാണ്. മമ്മൂട്ടി ന്യൂഡൽഹിക്ക് മുമ്പേ തീർത്തും സിനിമയിൽ നിന്ന് ഫീൽഡ് ഔട്ടായി എന്ന് പറഞ്ഞ സ്ഥാനത്തു നിന്ന് മമ്മൂട്ടി ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നമ്മൾ കുതിച്ചുയർന്ന ഒരാളാണ് ന്യൂഡൽഹിക്ക് ശേഷം. അതിനുശേഷം വീണ്ടും ഉണ്ടായിട്ടുണ്ട്. ക്രോണിക് ബാച്ചലറിന് മുമ്പ്, ക്രോണിക് ബാച്ചലറിന് ശേഷമാണ് വീണ്ടും മമ്മൂട്ടി ഇടിച്ചു കയറി വന്നത്. ഇങ്ങനെ 2004 മുതൽ പിന്നെ അങ്ങോട്ട് 2010 വരെ തുടർച്ചയായിട്ട് ഗംഭീര വിജയങ്ങളായിരുന്നു മമ്മൂട്ടിയുടെ. പ്രത്യേകിച്ച് കൊമേഴ്സ്യലായിട്ടുള്ള ഒരുപാട് സിനിമകൾ. ആ സമയത്താണ് ഈ പറഞ്ഞ രാജമണിക്കും, തൊമ്മനും മക്കളും, തുറുപ്പുകുലാനും, മായാവിയും, അണ്ണൻ തമ്പിയും, പഴശ്ശിരാജയും, പോക്കിരിരാജയും എല്ലാം വന്ന ഒരു ഒറ്റയാൾ പോരാട്ടം പോലെ ഇഷ്ടം പോലെ സിനിമകൾ. പിന്നീട് കുറെ പരാജയങ്ങൾ, ചെറിയ ചെറിയ വിജയങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ട് 2020 ഇദ്ദേഹം തന്നെ അങ്ങ് ട്രാക്ക് മാറ്റി. സ്വയം എപ്പോഴും പരീക്ഷിക്കുന്ന ഭാഷ കൊണ്ടായിക്കോട്ടെ, വ്യത്യസ്ത മാനറിസം കൊണ്ടായിക്കോട്ടെ, രൂപഭാവങ്ങളിലായിക്കോട്ടെ, ഇഷ്ടം പോലെ ഇന്ത്യൻ നടന്മാരിൽ ഏറ്റവും നമ്പർ 1 നമുക്ക് ആ രീതിയിലല്ല, ഈ പറഞ്ഞ രീതിയിലെല്ലാം പറയാവുന്ന നടൻ പെട്ടെന്നാണ് ആ 2020 മുതൽ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്കുള്ള പുള്ളി മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകരിച്ചു. കൊമേഴ്സ്യൽ പടങ്ങൾക്ക് പകരം പുള്ളിക്ക് ആഗ്രഹിക്കുന്ന കൊതിതീരുന്ന വേഷങ്ങൾ അഭിനയിച്ചു തുടങ്ങി. ഇത് ഗംഭീര സിനിമകൾ നമുക്ക് മലയാള സിനിമയ്ക്കല്ല, ഇന്ത്യൻ സിനിമയ്ക്ക് നല്ല ലോക സിനിമയ്ക്ക് വേണ്ടി നൽകി. അതിൻ്റെ നൻപകൽ നേരത്തെ മയക്കുമായാലും, റോഷാക്കായാലും, കാതലായാലും എല്ലാം ഇങ്ങനെയുള്ള ഗംഭീര സിനിമകൾ നൽകി. ഇപ്പൊ അദ്ദേഹം ട്രാക്ക് ഒന്ന് മാറ്റി എന്നാണ് തോന്നുന്നത്. പദയാത്ര എന്ന് പറഞ്ഞ അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രവും മമ്മൂട്ടി കമ്പനി തന്നെയാണ്. പക്ഷെ അതിന് ശേഷമുള്ള രീതിയിൽ മമ്മൂട്ടിയുടെ ഒരു മൊത്തത്തിലൊരു മാറ്റം. ഇപ്പം വരാൻ പോകുന്ന നിതീഷ് സഹദേവന്റെ പടം പേരിട്ടിട്ടില്ല ഒഫീഷ്യലി. പിന്നെ മട്ടാഞ്ചേരി മാഫിയ, ഗിരീശ്ശേരിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഷിബിൻ മുരുകേഷിന്റെ പുത്തൻ പടം, പെട്ടെന്നായിരുന്നു ആ പ്രൊജക്ട് അനൗൺസ് ചെയ്തത്. ഇതെല്ലാം ഒരു ആൾക്കാരെ എല്ലാത്തരം ഓഡിയൻസിനെയും രസിപ്പിക്കാൻ പാകത്തിലുള്ള പടങ്ങളാണെന്നുള്ളത് ഉറപ്പാണ്. അന്നേരം ഇനി അങ്ങനെയുള്ള പടങ്ങൾ ഇദ്ദേഹം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ പറയുമ്പോൾ മമ്മൂട്ടിക്ക് ഇനിയും വയ്യ, മമ്മൂട്ടിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മമ്മൂട്ടിക്ക് കാല് വെക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നിടത്തായിരിക്കും ഇദ്ദേഹം കുതിച്ചു കയറുന്നത്. ഇങ്ങനെയുള്ള നടന്മാർക്കുള്ളൊരു പ്രത്യേകത അതാണ്. അന്നേരം ഇനി അങ്ങോട്ടുള്ള പടം കണ്ണൂർ സ്ക്വാഡ് 2, CBI 6 ഇങ്ങനെയുള്ള സിനിമകളെല്ലാം ഉണ്ട്, റെഡിയാണ്. അന്നേരം ഇനി അങ്ങോട്ട് മമ്മൂട്ടി ഒന്ന് ട്രാക്ക് മാറ്റുവാണെന്നുള്ളത് നമുക്ക് ഏകദേശം ഇദ്ദേഹത്തിൻ്റെ ലൈനപ്പ് കാണുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ കാതൽ പോലോ അല്ലെങ്കിൽ ഭ്രമയവും പോലുള്ള സിനിമകളും അദ്ദേഹം ചെയ്യുമായിരിക്കും. പക്ഷേ ഇനി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സിനിമകളായിരിക്കും. 2026, 27, 28 ഇങ്ങനെയുള്ള സിനിമയാണ്. ലോക 2 ചാപ്റ്ററിനകത്തും മമ്മൂട്ടി ഗംഭീര റോളുണ്ട്. എന്തായാലും ട്രാക്ക് മാറ്റി മമ്മൂട്ടിയെ നമുക്ക് കാണാം.